ഓണായിട്ട് നല്ലൊരു ടിഷ്യൂ സെറ്റ് മുണ്ടിൻ്റെ കാര്യം തീരുമാനമാക്കിയിട്ടുണ്ട്. അലമാരി തിരഞ്ഞപ്പോഴാണ് നല്ലൊരു ടിഷ്യൂ സെറ്റ് മുണ്ട് കിട്ടിയത്. പഴയൊരു ചുരിദാർ അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ വരച്ചെടുത്ത ശേഷം നമ്മുടെ ആയുധമെടുത്തു. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ചത് സ്ലിറ്റില്ലാത്ത ഒരു കുർത്തിയാണെങ്കിലും തയ്ച്ച് വന്നപ്പോൾ അത് വേറെ രീതിയിലായിട്ടുണ്ട്. ലൈനിങ്ങിനും സെയിം സെറ്റ് മുണ്ടിൻ്റെ മോൾ വശം ഞാൻ എടുത്തപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി തികയാത്ത പോലെ തോന്നി. അതെനിക്ക് പറ്റിയൊരു പിഴവാണ്. എന്നിട്ട് എന്നെ ഇരുന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ. അത് ശരിയല്ല, ഇത് ശരിയല്ല. അവസാനം സ്ലിറ്റുള്ളൊരു ടോപ്പായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ ആണെങ്കിലും എനിക്കതൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ടൊരു മോഹം. അങ്ങനെ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ താമര ഡിസൈൻ അത് നമ്മൾ താഴെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പടം വരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇൻട്രസ്റ്റിൽ നോക്കിയിട്ട് നമ്മൾ നല്ലൊരു പിക്ചർ സെലക്ട് ചെയ്തു. അത് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തു. ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റോസും അതുപോലെ തന്നെ വൈറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് താമരയ്ക്ക് കളർ കൊടുക്കുന്നത്. തണ്ടിന് ഒരു പച്ച കളറാണ് കൊടുത്തത്. എല്ലാത്തിൻ്റെയും ഔട്ടറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യണത്. അങ്ങനെ പകുതിയായിട്ട് ഞാൻ അങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് പിന്നെ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് പണി നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയും കുറച്ച് അപകടം ഉണ്ടെങ്കിലും നമ്മൾ തയ്പ്പൊന്നും പഠിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് ക്ഷമിച്ചു. അതിനുശേഷം പക്ഷേ ഡിസൈനൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ആ സെറ്റ് മുണ്ടിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് പഠിച്ചില്ലെങ്കിൽ എന്താ, യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ. അത് നോക്കി പഠിക്കുന്ന എത്രയോ പേരുണ്ടല്ലേ. ബോർഡറിലായിട്ട് ഗോൾഡൻ ഔട്ട്ലൈനും കൂടി കൊടുത്തപ്പോൾ താമര സെറ്റായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് ഇതായി ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഫ്ലവേഴ്സ് താഴെ നിന്നും അതുപോലെ തന്നെ മുകളിൽ ഷോൾഡർ ഭാഗത്തു നിന്നും കുറച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മുകളിൽ മാത്രം ഭയങ്കരമായിട്ട് പ്ലെയിനായിട്ട് കിടക്കുന്ന പോലെ തോന്നും. ഇതാണ് ഫൈനൽ ലുക്ക്. പഴയ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്വയം സാറ്റിസ്ഫാക്ഷൻ ലെവൽ കണ്ടെത്തിയ ഞാൻ. അപ്പോൾ ശുഭം.